ഇരിക്കൂർ നിയോജകമണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ LDF ആഭിമുഖ്യത്തിൽ മണ്ഡലം തലത്തിൽ വികസന ശില്പശാല സംഘടിപ്പിച്ചു. മണ്ഡലം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനുള്ള വികസന കാഴ്ചപ്പാടുകൾ സ്വരൂപിക്കാനാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പൗരപ്രമുഖരും വിവിധ മേഖലകളിലെ പ്രഗത്ഭരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് LDF ഇരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠാപുരത്ത് ശില്പശാല നടന്നത്. വൈവിധ്യങ്ങളായ നിർദ്ദേശങ്ങൾ പൗരപ്രമുഖരും വിദഗ്ധരും ശില്പശാലയിൽ അവതരിപ്പിച്ചു. കാർഷിക പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ഇരിക്കൂർ ബ്രാൻഡ് എന്ന പേരിൽ ജൈവ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ആ ബ്രാൻഡിൽ വിപണനം നടത്താനും സ്ഥിരം സംവിധാനമൊരുക്കുക, റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുക, വന്യമൃഗശല്യവും ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും കൃഷിയെയും കർഷകരെയും രക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുക, വന്യമൃഗ ആക്രമണമുണ്ടായാൽ ഇടപെടൽ നടത്താൻ മണ്ഡലത്തിൽ സ്ഥിരം റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥാപിക്കുക, ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കുക, കൂട്ടുമുഖം PHC താലൂക്ക് ആശുപത്രിയായി ഉയർത്തുക, പ്രാദേശിക ഗ്രാമീണ റോഡുകൾ ഉന്നത നിലവാരത്തിൽ ഉയർത്തുക തുടങ്ങി വിവിധ മേഖലകളിൽ 200ഓളം നിർദ്ദേശങ്ങളാണ് ശില്പശാലയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഓരോ നിർദ്ദേശവും മണ്ഡലത്തിന്റെ വികസനത്തിന് അനിവാര്യമാണെന്നും LDF ഇരിക്കൂർ മണ്ഡലം സ്ഥാനാർത്ഥി മാത്യു കുന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. മണ്ഡലത്തിലെ ഓരോ കുടുംബത്തെയും സ്പർശിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ എന്തുകൊണ്ട് LDF വരണം എന്നുള്ളത് നിങ്ങൾ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്താണ് കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെന്റ് ഈ നാടിന് ചെയ്തതെന്ന് പറയാൻ കഴിയാം. ഇത് രണ്ടും പറഞ്ഞാൽ നമുക്ക് വിജയസാധ്യത നമ്മുടെ അടുത്ത് തന്നെ. ഞാൻ ഏത് യോഗത്തിൽ പോയി പറയുന്നത് ഞാൻ പറയും, വിജയസാധ്യത ഇവിടെ വളരെ എളുപ്പമാണ്. നൽകിയ നിർദ്ദേശങ്ങൾ മണ്ഡലം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നും പൗരപ്രമുഖർക്ക് LDF നേതാക്കൾ ഉറപ്പു നൽകി. മുൻ MLAയും CPM നേതാവുമായ ജെയിംസ് മാത്യു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സജി കുറ്റ്യാനിമറ്റം പരിപാടിയിൽ അധ്യക്ഷനായി. LDF നേതാക്കളായ M കരുണാകരൻ, PV ഗോപിനാഥ്, സാജൻ K ജോസഫ്, MC രാഘവൻ, P മധുസൂദനൻ, VG സോമൻ, ജോയ് കൊന്നക്കൽ, VV സേവി, P രാജേഷ്, പൗരപ്രമുഖരായ PR അജിത് വർമ്മ, മുൻ DYSP TK രത്നാകരൻ, ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് BP വിപിന, ജില്ലാ പ്ലാനിംഗ് കൗൺസിൽ അംഗം KV ഗോവിന്ദൻ, തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി EK അജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK രത്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകടന പത്രികയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ ഒന്ന് ഓടിച്ചു. എല്ലാം വളരെ നല്ല നിർദ്ദേശങ്ങളാണ്. പക്ഷെ അതിലൊരു ഭാഗം 9 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന ഇരിക്കൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ 400ഓളം വരുന്ന റോഡുകൾ മികച്ചതാണ്. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ ഒരു കാര്യം, ഈ 400ൽ എൻ്റെ റോഡുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ 400അല്ല 4000 റോഡ് ഉണ്ടാക്കുന്നത് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് ഒരു കാര്യമില്ല. എനിക്കറിയുന്ന ഒരു കാര്യം, എൻ്റെ റോഡ്